നമസ്കാരം. വടക്കൻ ബംഗാളിലെ ഡാർജിലിംഗിലുള്ള തേയിലത്തോട്ടങ്ങൾ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഒരു കേന്ദ്രം തന്നെയാണ്. പക്ഷേ ഈ മയക്കുന്ന കാഴ്ചകൾക്കൊക്കെ പിന്നിൽ ധാരാളം തൊഴിലാളികളുടെ വിയർപ്പിന്റെയും വേദനയുടെയും കഥയുണ്ട് എന്ന കാര്യം പലരും മറന്നു പോകാറുണ്ട്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിന് തന്നെയാണ് പശ്ചിമ ബംഗാളിലെ തേയിലത്തോട്ടങ്ങൾ വേദിയാകാൻ പോകുന്നത്. സംസ്ഥാനത്തെ മിക്ക തേയിലത്തോട്ടങ്ങളും ഇപ്പോൾ അടച്ച് പൂട്ടൽ ഭീഷണിയുടെ വക്കിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. തോട്ടം മേഖലയായ അലിപൂർ ദുവാറിൽ നിന്നും BJP MLA ആയ മനോജ് ടിക്കയാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന് ഇറങ്ങുന്നത്. ഇവിടെ പ്രകാശ് സിംഗ് ബറൈക്കാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തുന്നത്. വടക്കൻ ബംഗാളിൽ 300-ലധികം തേയില തോട്ടങ്ങളുണ്ട്. വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട്. ഇതിൽ 10-ലധികം തോട്ടങ്ങൾ ഇതിനോടകം തന്നെ അടച്ചു പൂട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവ അടച്ചു പൂട്ടലിന്റെ വക്കിലുമാണ്. എന്തായാലും ഈ തേയിലത്തോട്ടങ്ങളിലൊക്കെ പണ്ട് ഏറ്റവും അധികം ഉണ്ടായിരുന്നത് ഇടതുപക്ഷം തന്നെയായിരുന്നു. ഇടതുപക്ഷത്തിന്റെ ശക്തമായ സാന്നിധ്യം ഈ തോട്ടം മേഖലയിൽ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ആധിപത്യം വരുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. എന്നാൽ 2019 മുതൽ ഈ തേയിലത്തോട്ട മേഖലകളിലേക്കൊക്കെ തന്നെയും പ്രത്യേകിച്ചും ദളിത് വിഭാഗങ്ങൾ അധികമായി ജോലിയെടുക്കുന്ന ഈ തോട്ടം മേഖലയിലേക്ക് BJPയുടെ ഒരു ഇടിച്ചുകയറ്റം ഉണ്ടായിരുന്നു. ഈ തോട്ടം മേഖലയിൽ നിന്നുള്ള തൊഴിലാളികൾ 2019-ലും 2021-ലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPക്കൊപ്പം നിന്നിട്ടുണ്ട്. അങ്ങനെ ജൽപായ്ഗുരിയിലും അലിപൂരിലും ഒക്കെ BJP വിജയം സ്വന്തമാക്കിയിട്ടുമുണ്ട്. തീർച്ചയായും ഇത് നൽകുന്ന ഒരു ഫലം, ഈ തോട്ടം മേഖലയിൽ നിന്നുള്ള ഫലം പശ്ചിമ ബംഗാളിന്റെ മുന്നോട്ടുള്ള ഒരു ഗതി തന്നെ നിയന്ത്രിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ചും ദളിത് വിഭാഗം അല്ലെങ്കിൽ ആദിവാസി വിഭാഗമൊക്കെ ഏറ്റവും അധികം പണിയെടുക്കുന്നത് തോട്ടം മേഖലയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തോട്ടം മേഖലയിൽ, പ്രത്യേകിച്ചും തേയിലത്തോട്ടം മേഖലയിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസും BJPയും വളരെ ശക്തമായ തന്നെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമ ബംഗാൾ സന്ദർശിച്ച വേളയിൽ പ്രത്യേകമായി തന്നെ ഈ മേഖലയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷയും പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി തോട്ടം മേഖലയിലെത്തിയ അവിടുത്തെ സ്ത്രീകൾക്കൊപ്പം നൃത്തം ചെയ്യുന്നതിന്റെയും മറ്റു വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അങ്ങനെ മോദിയാണോ ദീദിയാണോ ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ വാഴാൻ പോകുന്നതെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം. നിലവിൽ തൃണമൂൽ കോൺഗ്രസും അതിനോടൊപ്പം തന്നെ BJPയും ഈ തോട്ടം മേഖലയിൽ ശക്തമായ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.